ഓ, എന്ത് ഭീകരമായ കാഴ്ച നോക്കി. അതുകൊണ്ടോ മോളിൽ നിന്ന് പുല്ല് പൊട്ടിയതുണ്ടോ. അയ്യോ, മരങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ടോ. റോഡ് ക്രോസ് ചെയ്ത് നേരെ ഓക്കെ നദിയിലേക്ക് പോയി. നീന്താ ഇവിടെ പാറകളൊക്കെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അടുത്ത മഴ പെയ്യുമ്പോൾ ഇനി എന്താണെന്ന് അറിയില്ല. പാറകളൊക്കെ അതുകൊണ്ട് അവിടെയൊക്കെ താഴേക്ക് വരാൻ വേണ്ടി ഇരിക്കുന്നു കേട്ടോ. ഭയങ്കരം ഭയങ്കരം ഭയങ്കരം. അങ്ങനെ ആയിരക്കണക്കിന് ഉരുളുകളാണ് പൊട്ടി കേട്ടോ. ഇവിടെ ആയിരക്കണക്കിന് ഉരുളുകൾ. ഇവിടെ കൂടുതലും കുതിരകളാണ് ലഗേജ് കൊണ്ടുപോകുന്നത് കേട്ടോ. പാവങ്ങളുണ്ട്. പോകുന്നു നോക്കി അത് പറ്റട്ടെ. നമുക്ക് ഇത്ര വെയിറ്റ് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നു. അപ്പം അവരെന്തുമാത്രം ലഗേജ് കൊണ്ടാണ് വരുന്നത് നോക്കും. വയ്ക്കോളൂ. ഓ ഓക്കെ. ഒരു ഓ കഴുതയുണ്ടല്ലേ. ഓർത്ത് ശരി നോക്കിയല്ലേ കയറി പോണം. പ്രളയം ഉണ്ടായപ്പോൾ ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായ ഏറ്റവും ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഇവിടെ ആള് താമസങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വില്ലേജുകളൊക്കെ സേഫ്റ്റി ആയിരുന്നു. ആരും മരിച്ചിട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നാശം ഭയങ്കരമായി. നാശമൊന്നുമില്ല. എന്ത് നാശമാണ്. പ്രകൃതി അതിൻ്റെ സമയത്തിന് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. മനുഷ്യൻ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളെ ഞാനിതൊക്കെ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ റിക്കവർ ചെയ്യാനൊക്കെ കുറേ താമസമെടുക്കും. പക്ഷെ ഇവിടെയൊക്കെ പെട്ടെന്നാണ് കേട്ടോ. ഇത്രയും ഭീമാകരമായ പാറകളൊക്കെ ഇവർ നിമിഷ നേരം കൊണ്ട് തട്ടിത്തൂരെ കളയും എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് റിക്കവറോ. നമ്മൾ നോക്കിയാൽ നദിയിലേക്ക് നോക്കിയാൽ പാറകൾ കാണും. എന്തുമാത്രം വലിയ പാറകൾ കണ്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടം വരെ ഉള്ളായിരുന്നു വണ്ടി, വാഹനങ്ങൾ ഇവിടം വരെ ഉള്ളായിരുന്നു. അങ്ങോട്ട് പോവില്ലായിരുന്നു, മണ്ണ് മാറ്റിയിട്ടില്ലായിരുന്നു. ട്രക്കിങ് ഈ മലകൾ കയറിപ്പോയത് ഞാൻ കാണിച്ചു തരാം. നമ്മളതാ ഇതുവഴിയാണ് കയറിപ്പോയത് കേട്ടോ. ഒരു കടയുണ്ട്, ഇവിടെയാണ് ചായക്കട. വെള്ളത്തിൻ്റെ കളർ നോക്കേ. അതിനകത്ത് ഈ കല്ല് കിടക്കുമ്പോൾ എന്ത് രസമാണ് അല്ലേ. കാറും കൊണ്ടുവരുന്നു, അത് കൊള്ളാമല്ലോ. പുള്ളി അറിയാതാണ്ട് വന്നേന്ന് തോന്നുന്നു. അയ്യോ, ഈ കല്ലിനകത്തൂടെ ഈ കാറിനെ കൊണ്ട് വരുന്നത് സമ്മതിക്കാമല്ലോ. പോകും, വൈബുള്ള ആൾക്കാരല്ലേ. ഓൻ പഞ്ചാബിയാ, അവൻ പൊക്കോളും. കണ്ടോ ഇരിക്കുന്ന ടീമിനെ കണ്ടോ, മലയാളിയാണ് കേട്ടോ.
ആ തോർത്തൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ സംഭവം. കാർത്തിക് വന്ന ടീമാണ് കേട്ടോ. എന്താവട്ടെ, നമുക്ക് പോയേക്കാം. പഞ്ചാബി ആയാലും ഇനി പാഴ്സനായാലും അങ്ങനെ ഒന്നും കയറി പോകാൻ പറ്റത്തില്ല. അങ്ങനെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാറ് തിരിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. കയറാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഡേഞ്ചറായ ഒരു സ്ഥലത്തൂടെ ഈ ഒരു കാറെ കൊണ്ട് എങ്ങനെ പോകാനാണ്? വലിയ പാടല്ലേ അത്. ഒരിക്കലും അത് പറ്റില്ല കേട്ടോ. കാരണം തിരിച്ചു പോയവർ കേട്ടോ. നമുക്ക് പോവാം. സ്വന്തം വണ്ടിയൊക്കെയാണ്. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, വാഹനത്തിലൊന്നും ഇവിടെ വരാൻ പറ്റില്ല. ഇവിടുന്ന് നമുക്ക് പകുതി വരെ പോകാൻ 300 രൂപ ചാർജ് ഉണ്ട് ഒരാൾക്ക്. 300 രൂപ കൊടുത്തേ നമുക്ക് അവിടെ നിന്ന് എത്താൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് കയറി പോകാമെന്നൊക്കെ വെച്ചാൽ നടക്കില്ല. എന്ത് ഭംഗിയാന്ന് നോക്ക് സുഹൃത്തുക്കളെ. മലനിരകളുടെ അടിവാരത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ നടന്നു പോകുന്നത് സുഹൃത്തുക്കളെ. പാർവതി നദി കുത്തി ഒഴുകുന്ന സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കാം. ഇനി നമുക്കൊരുപാടുണ്ട്. താഴേക്ക് എത്തുമ്പോൾ തന്നെ പറയാം നമുക്ക് താഴേക്ക് എത്തി. കാടല്ലേ, നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാട്ടിനകത്തൂടെ യാത്ര ചെയ്യുമ്പോൾ ഇട്ട് വീഴുന്നതിന് മുമ്പ് അങ്ങ് ഇറങ്ങണം. എന്നാലേ ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പിന്നെ എപ്പോഴും പ്രശ്നമാണ് കാടൊക്കെ. അതൊക്കെ കരുതി വേണം നമ്മൾ വരാൻ. മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മണ്ണിടിച്ചിലുണ്ടാവും. സ്വാഭാവികമാണ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇറങ്ങുവാണ്. JCB കൊണ്ടിട്ടുണ്ട് കേട്ടോ. എന്തെന്നറിയാമോ, റോഡ് കിട്ടുക തോന്നുന്നു, പുതിയ റോഡ്. നിലവിൽ വെള്ളം വന്ന് ഇവിടെ ഉണ്ടായിരുന്ന പാലം ഒലിച്ചു പോയി. ഈ ഒരു പാലമാണ് പൊളിഞ്ഞു പോയത് കേട്ടോ. ഈ ഒരു പാലത്തിലൂടെയാണ് വാഹനം പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഒറ്റ നിന്നിട്ടുണ്ടായിരുന്നു പാർട്ടി. പാർട്ടിക്ക് വന്ന വഴിയെന്നാണ് എന്താ പറയുക, ഈ റോഡാണ് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയത്. അങ്ങനെ പുതിയ റോഡ് വേറെ ഒരു കണ്ട വെട്ടാനുള്ള പരിപാടിയാണ് തോന്നുന്നത്. കംപ്ലീറ്റ് പോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇട്ടേക്കുന്നത് തടിപ്പാലമാണ്. ഇവിടെയാണിപ്പോൾ വണ്ടികളൊക്കെ വരുന്നത് കേട്ടോ. അവിടെ ഇരുമ്പ് പാലമായിരുന്നു കേട്ടോ. സുഹൃത്തുക്കളെ നോക്കേ, പ്രളയത്തിൻ്റെ ആ ഭീകരത മനസ്സിലാക്കണം. ഇവിടെ വരണം. നോക്കേ, എന്തുമാത്രം പാറകെട്ടാണ്. അയ്യോ, റോഡൊക്കെ ഒലിച്ചു പോയി കേട്ടോ ഇവിടെ. അയ്യോ, ഭയങ്കരം തന്നെ കേട്ടോ. ഇരുട്ട് വീണ് തുടങ്ങി സുഹൃത്തുക്കളെ. അയ്യോ നോക്കേ,
ഭയങ്കര തന്നെ കേട്ടോ. റോഡ് കംപ്ലീറ്റ് കുത്തി ഒലിച്ചു പോയി, റോഡൊന്നുമില്ല. പിന്നെ റെഡിമെയ്ഡ് റോഡൊക്കെ ഉണ്ടാക്കി, തടിയൊക്കെ ഇട്ട് പാലമൊക്കെ ഇട്ട് പോലെ. അയ്യോ, ഇനി ഒരുപാട് ദൂരം ഉണ്ട് സുഹൃത്തുക്കളെ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കാണാത്ത കാഴ്ചകളാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു ടാസ്ക് എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് കാണിച്ചു തരികയാണ്. ട്രക്ക് ചെയ്യാൻ വരുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല, ട്രക്ക് ചെയ്യുന്നവർക്ക് ഒന്നൊരു വിഷയമേ അല്ല. ഈ 14 കിലോമീറ്റർ 15 കിലോമീറ്റർ 16 കിലോമീറ്റർ ഒന്നും ഒരു വിഷയമല്ല. ട്രക്കിങ് ചെയ്യുമ്പം ഓക്കെ, നമുക്ക് ആ ഒരു വൈബ് വേറെയാണ്. നമ്മൾ ഇനി എത്ര അത് പറഞ്ഞാലും മനസ്സിലാവില്ല നിങ്ങൾക്ക്. ട്രക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവരൊക്കെ ഇഷ്ടം പോലെ കാണും. പക്ഷേ നമ്മൾ ആഗ്രഹങ്ങൾ നോക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് പൈസ വെക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നടക്കില്ല. കാരണം നമ്മൾക്ക് എവിടെയും പോവാം. കാട് എന്ന് പറയുന്നത് നമ്മുടെ അല്ല. പിന്നെ കാടാണ്, കൊടും കാടാണ്, ഇങ്ങനെയൊക്കെയുള്ള കാടൊക്കെയാണ്, റിസ്ക്കാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ പേടിച്ച് നിന്നിട്ട് കാര്യമില്ല. കാട് നമ്മുടെ അല്ലല്ലോ. കാട് മൃഗങ്ങൾക്കും ഒക്കെ വന്യജീവിയൊക്കെ താമസിക്കാനുള്ള കാടാണ്. അവർ അവിടെ താമസിക്കും, അവരെ നമ്മൾ ഉപദ്രവിക്കായിരുന്ന ഒരു വിഷയമില്ല. അതതിൻ്റെ വഴിക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കും, അതതിൻ്റെ വഴിക്കും പോകും. അതുകൊണ്ട് ട്രക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർ ആരും മാറിയിരിക്കണ്ട. അത് ഏത് പ്രായമായാലും. നമ്മളൊക്കെ ഈ ഫോറിനേഴ്സിനെ കാണുമ്പോൾ ഞെട്ടിപ്പോകും. നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ ഞാൻ കാണിച്ചത്, 70 വയസ്സും 80 വയസ്സുള്ള ആൾക്കാരൊക്കെ ട്രക്ക് ചെയ്യുന്നുണ്ട്, ലൈനൊക്കെ തൂക്കി. അവർ ഇത്രയും ചുമടൊക്കെ എടുത്ത് ഈ ഒന്ന് കയറിയില്ലേ അവർ അവിടെ തന്നെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്കേ കാണൂ, ചിലപ്പോൾ ട്രക്ക് ചെയ്യാൻ ചിലപ്പം നമ്മൾ ആരും കാണില്ല. ഇവിടെ പിന്നെ എന്ത് സംഭവിച്ചാലും നമ്മൾ സ്വയം തന്നെ അതിജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ നമ്മൾ കാടാണ്, കാട്ടിൽ നടക്കുമ്പം സേഫ്റ്റി ഫോറസ്റ്റുകാർ തരും, അങ്ങനെയൊന്നുമില്ല. നമ്മൾ തന്നെ നമ്മുടെ പ്രൊട്ടക്ഷൻ, സെൽഫ് ഡിഫെൻസ്, അത് മാത്രമേ പറ്റൂ. അല്ലാതെ നമുക്കൊരിക്കലും ഇവിടുത്തെ ആളുകൾ സഹായിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഒന്നും നോക്കി ആരും യാത്ര ചെയ്യരുത്. യാത്ര ചെയ്യാൻ നമ്മൾ വെറുതെ കണ്ടില്ല. നമ്മളിപ്പോഴൊക്കെ നിൽക്കുന്ന സ്ഥലത്തുണ്ട്, ആരെങ്കിലും ഉണ്ട്, കൊടുങ്കാടല്ലേ. നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 5-5.5 കിലോമീറ്ററോളം നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞു. ഇനിയുണ്ട് നമുക്കൊരു 4 കിലോമീറ്റർ കൂടെ ഏകദേശം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞത് ഈ വാഹനം കിട്ടുന്ന അടുത്ത് നിന്നുള്ള കിലോമീറ്ററാണ്. കാരണം നമ്മുടെ കയ്യിൽ നിലവിലിപ്പം നെറ്റ് വർക്ക് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. കഴിഞ്ഞ 2 ദിവസമായി ഫോൺ റേഞ്ച് പോയിട്ട്. കാരണം ഞാനതിലേ പറഞ്ഞ ഈ ഗ്രഹണം വില്ലേജിലേക്ക് കയറി കഴിഞ്ഞാൽ ഫോണില്ല. ഫോണുണ്ട്, പക്ഷേ നെറ്റില്ല, ടവറോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. കറണ്ടൊക്കെ അവിടെ ഉള്ള സമയത്ത് കിട്ടില്ല. ഞാൻ അതല്ല പറഞ്ഞത്. അതുകൊണ്ട് അവിടുത്തെ ആളുകളൊക്കെ മൊബൈൽ യൂസിങ് വലുതായിട്ട് ഇല്ല. അപ്പോൾ ഞാൻ പോയ ഗ്രാമത്തിൽ, ലാസ്റ്റ് ഗ്രാമത്തിൽ അവിടെ ആരും മൊബൈൽ യൂസ് ചെയ്തിട്ടില്ല. അവിടെ യൂസ് ചെയ്യുന്നത് വൈഫൈ ഒക്കെ എടുത്ത് നമ്മുടെ മലയാളികളൊക്കെ മാത്രമേ അവിടെ യൂസ് ചെയ്യൂ. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾ വന്നാൽ തന്നെ, ഫോറിനേഴ്സ് വന്നാലും അവർക്കും ചിലയിടത്തൊക്കെ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നു. വൈഫൈ പ്രൊവൈഡ് ചെയ്യുക, അവിടെ നമ്മളൊരു 100 രൂപ കൊടുത്താൽ നമുക്കവർ വൈഫൈ തരും. ഗ്രാമവാസികളല്ല ഞാൻ പറഞ്ഞത്, ഈ ഹോം സ്റ്റേകളൊക്കെ എടുത്ത് ചെയ്യുന്ന ഏജൻറ്റ്. പാറ വയ്ക്കുന്നത് മാർബിൾ പോലെ ഇരിക്കുമല്ലേ പാറൻ്റെ. അപ്പോൾ അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോൺ ചെയ്യാം, ഫോണിൽ കളിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചേരേണ്ട ആരും. ഗ്രഹണം വില്ലയിലിട്ട് അങ്ങനെ ഒരു സംഭവമില്ല. പിന്നെ അങ്ങോട്ടും ഇല്ല. പിന്നെ അങ്ങോട്ടൊക്കെ പോയാലും വലിയ പാടാണ്. നമ്മളൊരു 100 രൂപയ്ക്ക് കൊടുത്താൽ അങ്ങനെയുള്ള ഹോം സ്റ്റേയിൽ ചോദിച്ചിട്ട് വേണം, വൈഫൈ ഉണ്ടെന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ ഹോം സ്റ്റേ എടുക്കാൻ, നമുക്ക് ആവശ്യമാണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്കുക,
വൈഫൈ വേണ്ടെങ്കിൽ ഇട്ടേക്കുക. നമ്മൾ ഫോണേ യൂസ് ചെയ്യേണ്ട. കാരണം ഒരു പൊല്യൂഷനും ഇല്ല ഈ ഇവിടേക്ക്. കാരണം അതിൻ്റെ ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കൾച്ചർ അനുസരിച്ച് കാടിനെ മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ. അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാടിനെക്കുറിച്ച് അവർക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ അതാണ് സംഭവം. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്. അവിടെ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തേ പറ്റും. കണ്ടിന്യൂസ് നമ്മൾ നടന്നു വരുന്നുണ്ട്. അതും നമ്മൾ ഇറങ്ങുന്ന ഇറക്കമാണല്ലോ കംപ്ലീറ്റ്. അപ്പോൾ ഇനി കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കണം. അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സമയം ഏകദേശം 5 മണിയും കണ്ടായിരുന്നു തോന്നുന്നു. സമയം നോക്കണം. 5 മണിയായി കാണും. സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ പാർട്ടി നടക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു. ആ ഒരു സ്ഥലമാണിത് കേട്ടോ. ആ ഒരു സ്ഥലത്തിൻ്റെ ആംബിയൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പാർട്ടി നടക്കുന്നത് ഇവിടെയാണ്. പാർട്ടി നടക്കാൻ വേണ്ടി ഇരുന്നത്. എന്നാൽ ഇവിടെ അത് നടന്നിട്ടില്ല. അങ്ങനെയാണ് ഇവിടെ ആളുകളൊക്കെ പിരിഞ്ഞു പോയത്. സംഭവം ഇവിടെ നമുക്ക് പറയാൻ പറ്റാത്ത സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൊണ്ട് ഇത് അടച്ചു പൂട്ടി ഈ വർഷത്തെ ഇവരുടെ പരിപാടി ഒളിഞ്ഞു പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ വൈബ് ഞങ്ങൾ കാണിച്ചു തരാം. കൊടും കാടാണ് കേട്ടോ. ഇവിടെയാണ് ചുറ്റും കാട്. ചുറ്റും കാട് ഉള്ള ഈ ഒരു പ്രദേശത്ത് പാർവതി നദിയുടെ കരയിലാണ് ഇവർ ഈ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ബോംബെ, ഡൽഹി, കേരള, ഗുജറാത്ത് ഒന്നും വേണ്ട. ഇതൊരു നെറ്റ്വർക്ക് തന്നെയാണ്. ആ നെറ്റ്വർക്കിലുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും ഇവിടുന്ന് ഓടിപ്പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കണ്ടോ പവർ യൂണിറ്റ് വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ? അയ്യോ. അപ്പോൾ ഇന്നിവിടെയൊക്കെ ഇപ്പോൾ തിരിച്ചു വരുമ്പോഴൊക്കെ ഈ സംഭവം ഈ സമയത്തൊക്കെ ഇവിടെ അടിച്ച് പൊളിക്കേണ്ട സമയമാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഗവൺമെൻറ് അങ്ങോട്ട് ഇടപെട്ടുകൊണ്ട് എന്തോ ഇത് നിർത്തി. കാരണം എന്താണെന്നറിയോ, ഈ വർഷം 310 പേര് ഇവിടെ പ്രളയത്തിൽ മരണപ്പെട്ടു അല്ലേ, ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് കണക്കിലാക്കിയായിരിക്കും നിർത്തിയത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതും എല്ലാ വർഷവും ഇവിടെ ഉള്ളതാണ്. ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഉള്ളതാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഞാനിതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ, എൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ട്രെയിനിൽ ബസ്സിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ പറഞ്ഞ പ്രകാരമാണ് നമ്മളിത് മനസ്സിലാക്കിയത്. ഇത് കണ്ടില്ലേ, ചുറ്റും വലിയ മതിൽ പോലൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടാണ് അതിനകത്ത് ടിക്കറ്റ് വെച്ച് ആൾക്കാർ കയറുന്നത്. എന്തായാലും ഒരു സംഭവം ഇവിടെ അവസാനിച്ചെന്ന് സന്തോഷമായ കാര്യമാണ്. നമ്മുടെ കൂടെ ഇങ്ങോട്ട് വന്ന ഗൺമാന്മാരാണ് കേട്ടോ. आजी कैसा है? मालूम है? सेम गाड़ी आएगा तुम्हारा इधर से आएगा, मालूम है? हमारा नहीं, वो दूसरे आदमी के. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അവരൊക്കെ ആകെ ഫീലിങ്സിലാണ്. സംഭവം നടക്കാനില്ലാതെ ബേജാറായി നിൽക്കുകയാണല്ലോ. നടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ഏകദേശം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആജി ഓക്കെ, യെസ്. അപ്പോൾ അവന്മാരെല്ലാം മസിൽ പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അവന്മാർ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു വണ്ടിയിലാണ് വന്നത്. നല്ല എൻജോയ് ചെയ്യുന്നു. ഇപ്പം ഭയങ്കര മസിൽ. സാരമില്ല മോനെ, അതുകൊണ്ട് അങ്ങനെ തന്നെ വരണം. മസിലൊക്കെ പിടിച്ച് നിന്നോണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. കാട്ടിനകത്ത് ആദ്യം കാണാതെ വൻ സംവിധാനമൊക്കെ ഒരുക്കിയതാണ്. പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ് ഇടപെട്ട് ഇങ്ങനെ നിർത്തിച്ചു. അല്ലേലും ഒരു മര്യാദ വേണ്ട. ഈ ഒരു സംഭവം, ഈ ഒരു പ്രളയം നടന്ന സമയത്ത്, പ്രളയം കഴിഞ്ഞ ഒരു 1.5 മാസം കഴിഞ്ഞു, ഇത്രയും ആൾക്കാർ മരണപ്പെട്ടപ്പോഴും ഒരു വേദനയില്ല അവർക്ക്.
ക്യാമ്പിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര കാട്ടിനകത്ത് ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കിയാണ് ഭയങ്കര പരിപാടി. ഓക്കെ അവർ നടത്തിക്കോട്ടെ, പക്ഷേ ഇങ്ങനൊരു പ്രകൃതി ദുരന്തമൊക്കെ വരുമ്പോൾ കണ്ടോ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ കാട്ടിനകത്ത് കാണാൻ പറ്റും. ടെൻറ്റുകളും ലൈറ്റുകളും കണ്ടോ, ഫുഡും ഒക്കെ കൊടുക്കുന്ന സംഭവം എല്ലാ സംവിധാനവും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇതിൻ്റെ പിന്നിൽ മലയാളികളായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നടത്തുന്നതേ. കാരണം അല്ലെങ്കിൽ ഇത്രയും മലയാളികൾ കൂടെ വരത്തില്ലായിരുന്നല്ലോ. ഇവിടെ 3 സെൻ്ററാണ് അവർ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ കാട്ടിനകത്ത്. ഒരുപാട് പൈസയൊക്കെ മുടക്കി ചെയ്ത പരിപാടിയാണ്. പക്ഷേ അവർ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? പാർട്ടി നടത്തിക്കോട്ടെ, സംഭവം നടത്തിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. പക്ഷേ ഇത് ഈ ഒരു വർഷം എങ്കിലും ഒരു ഒഴിവാക്കി നടത്തണ്ടേ? കാരണം പ്രളയം വന്ന് ഇത്രയും ആൾക്കാർ ഇവിടുത്തെ ആളുകളല്ലേ മരണപ്പെട്ടത് കൂടുതലും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ ഉള്ള ആൾക്കാരല്ലല്ലോ ഇത് നടത്തുന്നത്. ഇത് സ്ഥലം വന്ന് ലീസിനെടുക്കുക. ഇവിടെ സ്ഥലത്തിന് പിന്നെ പൈസയും കൊടുക്കണ്ടല്ലോ അവർക്ക്. ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് സ്ഥലത്തിന് പൈസയും കൊടുക്കണ്ട. ഒരാൾ 1-2 പേര് മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്തായാലും അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇപ്പം വയനാട് നമ്മൾ പോയിട്ട് ഇപ്പം പ്രളയം നടന്ന സ്ഥലമാണ് വയനാട്. നമ്മുടെ സഹോദരങ്ങളെല്ലാം മരണപ്പെട്ട് കുറേ പേര് ഒഴിച്ചു പോയൊക്കെ ചെയ്തതാണ്, നമുക്കെല്ലാം കണ്ടതുവാ. അവിടെ പോയിട്ട് ഇങ്ങനൊരു അടിച്ചു പൊളി ക്യാമ്പൊക്കെ ഇട്ട് അങ്ങനെ ആയിരിക്കും അവസ്ഥ. ഇവിടെ പിന്നെ ഈ നാട്ടുകാരും ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ഇവിടുത്തെ സർക്കാരിനൊരു ഉത്തരവാദിത്വമില്ലേ, ഗവൺമെൻറ് ഏതായാലും ഇതിന് അനുവദിക്കത്തില്ലല്ലോ. എന്തായാലും നിന്നത് നല്ല കാര്യം. ഇതിലാർക്കും വിഷമമൊന്നും തോണ്ട കാണുന്നവർക്ക്. എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളൂ. പോസിറ്റീവ് കമൻറ്റ് നെഗറ്റീവ് കമൻറ്റൊക്കെ വരും, നമുക്ക് സ്വാഭാവികം. പക്ഷേ എൻ്റെ ഒരു ആംഗിൾ വെച്ച് നോക്കുമ്പോൾ അത് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായം മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാലോചിച്ച് നോക്കണം, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ എത്ര അധികം ചെറുപ്പക്കാരാണ് ഇവിടെ വരുന്നറിയോ? ഒരുപാട് പേരാണ് വന്നത് ട്രെയിനിലൊക്കെ. പക്ഷേ അവരെല്ലാം ചോദിക്കുമ്പോൾ എന്താണ് ഇവിടെ പോകുന്നത് വെച്ചാൽ പാർട്ടി ഞാൻ മാറ്റി ഏതെങ്കിലും പാർട്ടി ചേരാൻ വരുവാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നമുക്കത് അറിയില്ലല്ലോ. അപ്പോഴാണ് പറഞ്ഞത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് പാർട്ടി, ഇതാണ് മക്കളെ പാർട്ടി. എന്തായാലും കൂടും കിടക്കൊക്കെ എടുത്ത് തിരിച്ചു പോയതായിട്ടാണ് തോന്നുന്നത്. എല്ലാവരും ആരെയും കാണാനില്ല, കുറച്ച് ഗൺമാന്മാർ മാത്രമേ കാണുന്നുള്ളൂ ഇപ്പോൾ. എന്തോന്ന് പറയുക ഉണ്ടാക്കി വെച്ചേക്കുന്നത്? DJ സിസ്റ്റം, മറ്റേ സാധനം. ഇത് ഓപ്പണാണെന്ന് തോന്നുന്നു. മറ്റേതൊക്കെ പാസ് ചെയ്ത് ഓപ്പണാണ്. ഇത് കഴിഞ്ഞ വർഷം കൊണ്ട് നടത്തിയവർ ഇട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും കൊള്ളാം. നിങ്ങൾ നോക്കിയാൽ ഇനി ആംബിയൻസ് നോക്കി ഇവിടെ എന്താ പറയല്ലേ. നെറ്റ്വർക്കൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നിട്ട് നെറ്റ്വർക്ക് ചാടി പോയിട്ടുണ്ട്. അപ്പം കസോളിലേക്ക് നമ്മൾ അടുക്കാറായിട്ടുണ്ട്. അതും ഫോണൊക്കെ ചാടി പോയിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസം ശേഷം ഇപ്പോഴാണ് ഫോൺ ചാടി പോയത്. ഇവിടെ കാട്ടിൽ പുള്ളിപ്പുലിയുണ്ട് കേട്ടോ. പുള്ളിപ്പുലി എന്ന് പറഞ്ഞാൽ ഇത് കുഴപ്പമെന്ന് പറഞ്ഞാൽ സത്യത്തിൽ കാട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇര തേടിയാണ്. ഇവർക്ക് ഫുഡില്ലാതെ വരുമ്പോഴാണ് ഒരു ഇര തേടി ഇറങ്ങി വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ മനുഷ്യനായാലും എന്തായാലും മൃഗങ്ങളായാലും കിട്ടുന്നതിനെ കൊണ്ട് അവർ പോവും. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട് ഇവിടെ. ഏറ്റവും ഡേഞ്ചറായ സാധനം പുള്ളിപ്പുലി. അതുപോലെ തന്നെ ബ്രൗൺ കരടി ഉണ്ട് ഇവിടെ. ഈ ബ്രൗൺ കരടി എന്ന് പറഞ്ഞാൽ അതും ഒരു അക്രമകാരിയാണ് കേട്ടോ. ഇതിന് മുമ്പിൽ വന്ന് പെട്ടാൽ പിന്നെ കാര്യം കഴിഞ്ഞു. കരടികളുടെ കൂടെ മക്കളുണ്ടെങ്കിലാണ് പ്രശ്നമെന്നാണ് ഗ്രാമവാസികൾ പറഞ്ഞത്. മക്കളുണ്ടെങ്കിൽ നമ്മളെ പിന്നെ അവർ നോക്കണ്ട, നമ്മളെ പിന്നെ അവർ വിടത്തില്ല, ജീവനോട് വിടത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ശത്രുവാന്ന് കരുതി കുഞ്ഞുങ്ങളെ ആക്രമിക്കുമെന്നും പറഞ്ഞ് കരുതിയാണ് അവരത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ പുള്ളി എന്താണ് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പുള്ളിപ്പുലി എന്താണ്
ഒരു ഈച്ച നമ്മുടെ പുറകെ ഈച്ച ഒരു തുമ്പി നമ്മുടെ പുറകെ നടക്കുന്നുണ്ട്. സാറല്ല പൊക്കം. അപ്പോൾ ഇതിന് ഈ പുള്ളിപ്പുലിയുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വലിയ പാടാണ്. ഒരു എടാ പോടോ, ഞാൻ പൊക്കോട്ടെ, പൊക്കോ. ഒരെണ്ണൻ്റെ കൂടെ വരും. എന്താ മണമെല്ലാം കിട്ടിയ വിയർപ്പിൻ്റെ മണമായിരിക്കും നടന്നതിൻ്റെ. അപ്പോൾ ഈ പുള്ളിപ്പുലിയുടെ വിഷയം എന്ന് പറഞ്ഞാലേ, നമ്മൾ രാത്രി ഈ ഗ്രാമവാസികളൊക്കെ സത്യത്തിൽ ഒരു 6 മണിയാകുമ്പോഴേ അവർ ഇരുട്ട് വീണാൽ പിന്നെ അവർ ഇറങ്ങില്ല, പുറത്തിറങ്ങില്ല, ട്രക്ക് ചെയ്യത്തില്ല. നമ്മളടുത്തേം പറഞ്ഞിരിക്കുന്നത് രാത്രിയായ ട്രക്ക് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളിപ്പം 5:30 മണി കഴിഞ്ഞിപ്പം ഒരു 6:30 1 മണിക്കൂറുണ്ട്. അതിന് മുമ്പ് നമ്മൾ കസോളെത്തും. 1 മണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്യേണ്ടി വരും, എന്നാലും നമ്മൾ കസോളിലെത്തും. അപ്പോൾ അങ്ങനെയുള്ള വിഷയമുണ്ട് ഇവിടെ വരുന്നവർ രാത്രി കാലങ്ങളിലൊക്കെ ഇറങ്ങി പുറത്തൊക്കെ നിന്നാലും ഈ ഹോം സ്റ്റേയുടെ അടുത്തൊക്കെ വന്ന് ആണ് ഈ ഡോഗ്സിനെയൊക്കെ അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ താമസിച്ച ഹോം സ്റ്റേ അടുത്ത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ഡോഗ്സിനെ കൊണ്ടുപോയായിരുന്നു അവർ. അപ്പോൾ അവർക്ക് വിശപ്പ് അടിക്കുമ്പം ഒരു കാട്ടിൽ നിന്ന് കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നിന്നാലും നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ വരുന്നവർ രാത്രി കാലങ്ങളിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുമോ മാക്സിമം. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടാവും. പിന്നെ നമുക്ക് ഇവിടെ സഞ്ചരിക്കേണ്ട കാര്യമില്ല. ഇറങ്ങരുത്, ഇറങ്ങിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ഗ്രാമവാസികൾ ആരും ഇറങ്ങില്ല. കസോളൊന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ട്രക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കയറി കാട്ടിലൂടെ ട്രക്ക് ചെയ്ത് പോയി നമ്മൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ടല്ലോ. മലയാളീസിനായിട്ട് തന്നെ ഒരുപാട് മലയാളീസിനെ കണ്ടു. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തതും ഇതാണ്. പുലിയുണ്ട്, ഡേഞ്ചർ പുലിയുണ്ട്, രാത്രിയാകുമ്പോൾ ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ ഗ്രഹനിലയിൽ കംപ്ലീറ്റ് അവർ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് തീറ്റ, അവർക്ക് ആഹാരം പ്രശ്നം, വിശക്കുമ്പോൾ ഉള്ള പ്രശ്നമാണ്. കാട്ടിൽ ആഹാരം കിട്ടാതെ വരുമ്പോൾ അവർ ഇറങ്ങി വരും. ഒരു വട്ടം വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും അവിടെ തന്നെ വരും. അപ്പോൾ അതുകൊണ്ട് ഗ്രഹം വില്ലയിൽ താമസിക്കുന്നവരെല്ലാവരും മുൻകരുതൽ എടുക്കണം. കാരണം ഇങ്ങനൊരു കാര്യം അറിഞ്ഞിരിക്കണം. ഹോം സ്റ്റേ നടത്തുന്ന ആളുകളൊക്കെ അറിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ ഓർത്ത് വെക്കും. കൈ മുഴുവൻ മണ്ണ്. എന്താ ആശ്വാസം എന്നറിയോ? ആ ഒരു തണുപ്പുണ്ടല്ലോ. കുറച്ച് വെള്ളം നമുക്ക് കുടിക്കാൻ എടുക്കണം. ഐസ് വെള്ളം. ഇതിനാണ് ഈ ഒരു വടി കൈ വച്ചേക്കുന്നത് അറിയാം. പ്രത്യേകിച്ച് ഈ ട്രാവൽ ചെയ്യുന്നവരൊക്കെ ഒരു വടി കൈ വച്ചേക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ ഈ മൃഗങ്ങളൊക്കെ വരുമ്പോഴേ അത്യാവശ്യം നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒന്ന് ആക്രമിക്കാതിരിക്കാൻ ശ്രമിക്കും ആദ്യം. പിന്നെ ആക്രമിക്കണം എന്ന് വിചാരിച്ച് വരുന്ന മൃഗം ആക്രമിക്കാതെ പോകത്തുമില്ല. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ, ട്രാവലിംഗ് സ്റ്റിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കാലുകൾക്ക് കുറച്ച് ആയാസം കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. എന്തായാലും വടി ഒരെണ്ണം കൈ വെച്ചേക്കാൻ നല്ലതാണ് എന്നാണ് എല്ലാവരും പറയാറുള്ളൂ.